പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ഞാറയ്ക്കലിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാറയ്ക്കലിൽ നിന്ന് ഞാറയ്ക്കൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അധികം ആർക്കും അറിയാത്ത മഞ്ഞനക്കാട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ വന്നപ്പം വളരെ യാദൃശ്ചികമായിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുൻപ് ഞാനിവിടുത്തെ പഴയ ഒരു പള്ളി കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ഞാറയ്ക്കൽ ടൗണിനോട് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാറയ്ക്കലിലെ സെൻറ്റ് മേരീസ് ദേവാലയം. വളരെ പുരാതനമായൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ, അതായത് ഞാൻ കണ്ട ഒരു യാദൃശ്യമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും ഈ പള്ളി ഒന്ന് കണ്ടിട്ട് നമുക്ക് അവിടേക്ക് പോകാം കേട്ടോ. 1451 സ്ഥാപിതമായ പള്ളിയാണ് കേട്ടോ. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ പള്ളിയാണ്. പക്ഷേ ഇത് 2001 ഈ പള്ളി നവീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക്. അപ്പോൾ ഞാറയ്ക്കൽ ടൗണിനോട് തൊട്ട് ചേർന്നാണ് ഈ പള്ളിയൊക്കെ വരുന്നത് കേട്ടോ. അതെ, ഈ വഴി നേരെ പോയാൽ നമുക്ക് ഞാറയ്ക്കൽ ടൗണിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാറയ്ക്കലിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ചെറായി പോകുന്ന റൂട്ടിലാണ് കേട്ടോ. ചെറായിക്ക് മുമ്പാണ് ഞാറയ്ക്കൽ വരുന്നത്. ഈ പള്ളി നവീകരിച്ചെങ്കിലും അതിൻ്റെ ഒരു പഴമ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പള്ളിയിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കാണാം കേട്ടോ. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് പള്ളിയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ്. തടിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ ഡോറുകൾ നല്ല ഉയരത്തിലുള്ള ഡോറുകളാണ്. അതിൽ ശ്രദ്ധേയം എന്ന് പറയുന്നത് റിലീഫ് വർക്കുകളാണ്. കൊത്തിയെടുത്തേക്കുന്ന റിലീഫ് വർക്കുകൾ ധാരാളം നമുക്ക് ഈ വാതിലുകളിൽ കാണാം കേട്ടോ. അതുപോലെ തന്നെ പള്ളിയുടെ ഭിത്തിയിലാണെന്നുണ്ടെങ്കിലും തൂണുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സിമെൻറ്റിൽ ചെയ്തേക്കുന്ന റിലീഫ് വർക്കുകൾ കാണാൻ സാധിക്കും. ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുണ്ട്. മെയിനായിട്ടുള്ള പ്രവേശന കവാടത്തോട് ചേർന്ന് ഇരുവശങ്ങളിലുമായിട്ട് 2 കവാടങ്ങൾ കൂടി കാണാം കേട്ടോ. ഇതൊരു ഇടവക പള്ളിയാണേ. അതുപോലെ തന്നെ പള്ളിയോട് ചേർന്ന് സെൻറ്റ് മേരീസ് UP സ്കൂളും നമുക്ക് കാണാം കേട്ടോ, ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ ഇത് ആ പള്ളിയോട് ചേർന്നുള്ള ഒരു റോഡാണ്. ഇവിടെ ഈ പള്ളിയുടെ ഇടവക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ധാരാളം വീടുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുന്നാണ് ഞാൻ ആ പറഞ്ഞ യാദൃശ്യമായിട്ട് കാണാനിടയായ കാഴ്ചകൾ ആരംഭിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ കണ്ടോ, ഈ വീടുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ധാരാളം വീടുകൾ കാണാവേ. ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിൽ നല്ലൊരു ശതമാനം ഇങ്ങനെയുള്ള പഴയ വീടുകളാണ്. ഒരുപാട് പഴയ വീടുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. ഏകദേശം 100 വർഷം ഒക്കെ അടുത്ത് പഴക്കമുള്ള വീടുകളാണെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതലും ഇവിടുത്തെ ഇടവക്കാരായിട്ടുള്ളവർ താമസിക്കുന്ന അന്നത്തെ കാലത്തെ വീടുകളാണ്. അതിൽ താമസമൊക്കെ ഉള്ളതാണ് കേട്ടോ. അങ്ങനത്തെ ഒത്തിരി വീടുകൾ, പല ആകൃതിയിലും ഒക്കെയുള്ള വീടുകൾ, 1 നിലയായിട്ടുള്ളതും 2 നിലയായിട്ടുള്ള വീടുകളൊക്കെ ഇവിടെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം കേട്ടോ. ഞാൻ കുറച്ച് വീടുകളൊക്കെ കാണിച്ചു തരാം. ഒത്തിരി വീടുകളുണ്ട്. അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീടുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, പഴയ വീട്. ഇതിലൊക്കെ താമസമുള്ളതാണ് കേട്ടോ. ചില വീടുകളിൽ താമസം ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടോ, അത്തരത്തിൽ മറ്റൊരു വീടാണ്. ഇവിടെ ഒന്നും താമസം ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല കൃത്യമായിട്ട്. 1 നില വീടാണത്. അതിനോട് തൊട്ട് ചേർന്നൊരു മേട കാണാം നമുക്ക്. പിന്നെ അതേ ഓപ്പോസിറ്റ് സൈഡിൽ അതൊക്കെ പുതിയ വീടുകളൊക്കെയാണെന്ന് പറയാം. ഇതൊരു മേടയാണ് കേട്ടോ, 2 നിലകളിൽ. അതിൻ്റെ കല്ലുകൊണ്ടാണ് അതിൻ്റെ തൂണുകളൊക്കെ ചെയ്തേക്കുന്നത്. എൻ്റെ കൃത്യമായിട്ടുള്ള പഴക്കമൊന്നും അറിയില്ല കേട്ടോ. 100 വർഷം ഒക്കെ അടുത്ത് പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിന് മേളിലും കാണും കേട്ടോ. 2 നിലയായിട്ടുള്ള വീട്. അതിൽ മച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിൽക്കാലത്ത് ചെയ്തതാണ്. ഇവിടെ ഗ്രാനൈറ്റ് ടൈലൊക്കെ പായിട്ടുണ്ട്. അതിൻ്റെ ഡോറുകളൊക്കെ ഉണ്ടല്ലോ തടിയിൽ. ഇതാണ് തൂണ് കണ്ടില്ല. തൂണൊക്കെ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തേക്കുന്നതാണ്. കൊത്തുപണികൾ കാണാം. തടിയിലും കല്ലിലൊക്കെ ചെയ്തേക്കുന്ന കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മേട അല്ലേ, മേട എന്നൊക്കെ പറയാം കേട്ടോ. അതിനോട് ചേർന്ന് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ 2 നിലയും പിന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇങ്ങനെ ഒരു മാതൃകയിലും നമുക്ക് കാണാം. ഇതൊന്നും അല്ല കേട്ടോ, ഇനിയുണ്ട്, ഒരുപാടുണ്ട് കാണാനാണെന്നുണ്ടെങ്കിൽ. അത്തരത്തിൽ മറ്റൊരു വീട് നമുക്കിവിടെ കാണാം. ഈ വീടും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചറാണ് ഏറെ ശ്രദ്ധേയം എന്ന് പറയുന്നത് കേട്ടോ. ഓടാണ് കൂടുതൽ വീടുകളിലും. അന്നത്തെ കാലത്ത് മെയിനായിട്ട് ഓടല്ലേ, മച്ചൊക്കെയുള്ള വീടുകൾ. ചെറിയ രീതിയിലുള്ള കൊത്തുപണികൾ കാണാം. തൂണുകളുണ്ട് ഒരുപാട്. ഇതിങ്ങനെ ഒരു വരാന്ത പോലെ നല്ല നീളത്തിൽ സിമെൻറ്റിലാണ് ഈ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ചെറിയ വർക്കുകളൊക്കെ തൂണിലും കാണാം. ഇതിവിടെ ഒരു കുരിശുണ്ട് കേട്ടോ. പള്ളിയുടെ കുരിശാണ്. ആ കുരിശിൻ്റെ ഒരു ഷേപ്പ് നോക്കേ, മേളിൽ കണ്ടില്ലേ, ഞാറയ്ക്കൽ സെൻറ്റ് മേരീസ് പള്ളി വക കുരിശടി 1891 കന്നിമാസം സ്ഥാപിച്ചതാണ് ഈ കുരിശടി. അതിനോട് ചേർന്നും പഴയ വീടുകൾ തന്നെയാണ് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ആ പുറകിലേക്ക് കുറച്ച് ഭാഗമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. കാലപ്പഴക്കം കാരണം സംഭവിച്ചാകാം. ഇത് ഇവിടെ ഒരു വീട് കാണാം. ഇത് കുറച്ചുകൂടെ പുതിയൊരു വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
ബംഗ്ലാവുകളൊക്കെ പോലത്തെ വീടുകൾ. പഴയ ക്രിസ്ത്യൻ തറവാടുകളൊക്കെ ആയിരിക്കും അല്ലേ? ആ വീട്ടിലും തന്നെ ആരെയും കാണുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാനിടയായത്. ഇത് പഴയ വീടൊന്നുമല്ല കേട്ടോ, ഇത് മിക്കവാറും പുതിയതായിട്ട് നിർമ്മിച്ച വീടായിരിക്കാം. എന്തായാലും വളരെ ആഡംബരമായിട്ട് നിർമ്മിച്ചൊരു വീട്. കണ്ടിട്ടൊരു ചൈനീസ് ആർക്കിടെക്ചറൊക്കെ പോലെ ചെറിയൊരു സാമ്യമൊക്കെ തോന്നുന്നുണ്ട്, കഡും വർണ്ണങ്ങളൊക്കെ പൂശി. പക്ഷേ ഈ വീട്ടിലൊന്നും താമസമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ആ വീടിൻ്റെ മുറ്റം നോക്കി ഉണ്ടോ, പുല്ലൊക്കെ എറിയാൻ കിടക്കുകയാണ്. എന്താണോ ഇങ്ങനെ കിടക്കണേ, നല്ല വീടൊക്കെ പണിതിട്ട്. അപ്പോൾ അതാണ് പള്ളി. പള്ളിയോട് തൊട്ട് ചേർന്ന് നമുക്കിവിടെ ഒരു അങ്ങനത്തെ വീട് കാണാം കേട്ടോ, പഴയ വീട്, തറവാട് വീട്. ഇതൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട് കാണാനാണെന്നുണ്ടെങ്കിൽ. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ, ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ. ഈ പള്ളി വക സ്കൂൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ സ്കൂളിനോട് ചേർന്നും അങ്ങനെ പഴയൊരു വീട് കാണാം കേട്ടോ. ആ വീട്ടിലൊന്നും താമസമില്ലേ, ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. വീടിൻ്റെ മുറ്റമൊക്കെ പുല്ല് പിടിച്ച് കിടക്കുവാണ്. കണ്ട ആ പഴയ രീതിയിലുള്ള വീട്. അതൊരു ക്രിസ്തീയ ഭവനമാണേ. യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ കാണാം. താമസമില്ലാതെയായിട്ട് ഒരുപാട് കാലങ്ങളായെന്ന് തോന്നുന്നു കേട്ടോ. വലിയൊരു ആഞ്ഞിലിമരമൊക്കെ മുറ്റത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ എണ്ണിയാൽ തരില്ല, അത്ര മാത്രമുണ്ട്. അതൊക്കെ 2 നിലകളിലായിട്ടൊരു വീട്, പഴയ വീട് തന്നെയാണേ. ഇതെല്ലാം ഈ ക്രിസ്തീയ ഭവനങ്ങളാണ് കേട്ടോ. അതാണൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുകൊണ്ടല്ലേ ഇവിടെ നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വീട് കാണാം. പഴയ വീട് തന്നെയാണ്, ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വീട്. 2 നിലകളിൽ ഏറ്റവും മേളത്തെ നിലയിൽ ഓട് പാകിയേക്കുവാണ് കേട്ടോ, വാർക്കയല്ല. പിന്നെ തടികളൊക്കെ വെച്ചിട്ടാണ് നിർമ്മാണം. ആ പഴയ കാലത്ത് എങ്ങനെയാണോ വീടുകൾ നിർമ്മിച്ചിരുന്നത്, അതിലൊക്കെ അന്നത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് വീടുകളാണ്. എൻ്റെ മുന്നിലായിട്ടൊരു പനയെ കാണാം. ഈ ഒരു വീട് നോക്കേ, ഇതുകൊണ്ട് മൊത്തം കാട് മൂടിയ ഒരു അന്തരീക്ഷത്തിൽ വലിയൊരു ബംഗ്ലാവാണ് കേട്ടോ കാണണേ. എൻ്റെ പൊന്നു, ഇവിടുന്നൊക്കെ താമസം ഇല്ലാതെ ആയിട്ട് ഒരുപാട് കാലങ്ങളായെന്ന് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കണല്ലോ? എല്ലാം ഈ പ്രദേശം എല്ലാ വീടുകളും, ഈ പഴയ വീടുകളുള്ളത് എല്ലാം തന്നെ വലിയ സമ്പന്നന്മാരുടെ വീടുകളായിരിക്കുമല്ലേ? അതങ്ങനെ ആയിരിക്കുമല്ലോ. പൈസ ഇല്ലാത്തവരൊന്നും ഇങ്ങനെ വലിയ സൗദങ്ങളൊന്നും ചെയ്യില്ലല്ലോ, കാലപ്പഴക്കം കൊണ്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും. എന്തായാലും എന്താ പറയും, ഇങ്ങനെയുള്ള താമസമില്ലാത്ത വീടുകളൊക്കെ കുറവാണ് കേട്ടോ. മിക്ക വീടുകളിലും താമസമൊക്കെ ഉണ്ട്. അതുപോലെ ഈ വീടിൻ്റെ പുറകോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ. ഇതിവിടെ ഒരു സ്കൂട്ടർ ആരോ ഉപേക്ഷിച്ചേക്കുന്നതാണോ, എന്ത് പറ്റി അങ്ങനെ കിടക്കണേ? ഇതുകൊണ്ടല്ലേ, ഇതാ വീടിൻ്റെ ഭാഗം തന്നെയാണേ. കാണത്തില്ല കേട്ടോ കൂടുതലും, മൊത്തം മരങ്ങളൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ദൈവമേ, വല്ല പാമ്പും എല്ലാം കാണുമോ? ഇതുണ്ടോ? ഓ, തീർന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ പുറകോട്ടുണ്ടേ, ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണാം അതിൻ്റെ പുറകോട്ട്. എൻ്റെ പോകുന്നത് ഇതൊരു കൂറ്റൻ ബംഗ്ലാവ് ആയിരുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥ കണ്ടില്ലേ, മൊത്തം കേടുപാടുകൾ വന്നു പോയി. ഭിത്തിയിലൊക്കെ വള്ളിപ്പടർപ്പുകളൊക്കെ വന്നു തുടങ്ങി. വലിയൊരു വീടാണ്, ഒത്തിരി ഉണ്ട് പുറകോട്ട്. വലിയൊരു പറമ്പിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, തകർന്ന് കിടക്കുന്നുണ്ടോ? എൻ്റെ അമ്മേ, തലയില്ലാത്തൊരു രൂപം. മഞ്ഞനക്കാടാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം വീടുകളുടെ കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാറക്കൽ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം, 2 കിലോമീറ്റർ താഴെ ഉള്ളൂ കേട്ടോ മഞ്ഞനക്കാട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതായത് അതൊരു ദ്വീപാണ്. നമുക്ക് ആ ദ്വീപിലേക്ക് പോകേണ്ട വള്ളമൊക്കെ വരുന്ന ഒരു കടവുണ്ട്, അവിടേക്ക് എത്തണം. അവിടെ നിന്ന് വള്ളത്തിൽ കയറി വേണം ആ ദ്വീപിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മഞ്ഞനക്കാട്ടിലേക്ക് പോകേണ്ട കടവിലേക്ക്, വള്ളം അടുക്കുന്ന കടവിലേക്ക് എത്തിയിരിക്കുകയാണേ. അപ്പോൾ ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് മഞ്ഞനക്കാട് ദ്വീപ്. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഏട്ടാ, ഏതാ ചേട്ടൻ്റെ വള്ളം? ചേട്ടൻ്റെ വള്ളം ഏതാ? ഇത്. ആ, ചേട്ടൻ ആദ്യം കയറിക്കോ. എനിക്കങ്ങനെ വള്ളത്തിൽ കയറി വലിയ പരിചയമൊന്നുമില്ല. ഈ ചെറിയ വള്ളങ്ങളൊക്കെയോ, ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണോ? ഇവിടെ കടത്ത വെള്ളം എത്ര ഉണ്ട്? ഇത് പറഞ്ഞോളൂ, ഒരു വെള്ളം ഉള്ളൂ അല്ലേ? ചേട്ടൻ്റെ പേരെന്നാ? ആനന്ദ്. ആനന്ദ്. അവിടെയാണ് താമസിക്കുന്നത്? ദ്വീപിൽ വീടാണ് കാണുന്നത്. കാണുന്നത് അല്ലേ? ശരി ശരി.
എന്നാൽ പോയേക്കാം നമുക്ക്. എല്ലാ ദിവസവും ഉണ്ടല്ലേ കടത്ത്? എല്ലാ ദിവസവും ഉണ്ട്. ഹർത്താലൊന്നാലും കടത്തിന് മുടക്കില്ല. കടത്തുണ്ട്. അല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിലേ ദ്വീപാണത്. ആ ദ്വീപ് എത്ര ഏക്കർ ഉണ്ട് ചേട്ടാ? 100 ഏക്കർ ഉണ്ടാവും. 100 ഏക്കറുണ്ടല്ലേ. എത്ര വീടുകളുണ്ട് അവിടെ? വീടുകൾ 40 വീടെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരു 3-4 വീട്ടിൽ ആളില്ലാത്തത് ഇപ്പുറത്തേക്ക് പോകുന്ന കാരണം ഈ കടത്തിന്റെ ഇത് വർഷത്തൊക്കെ പാടാണേ. കാറ്റും പ്രഷറൊക്കെ വരുമ്പോ കടത്ത് മാത്രം മാർഗമുള്ളൂ. പിന്നെ ജോലിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോകുന്ന അങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ദ്വീപിലേക്ക് വെള്ളം കയറും നന്നായിട്ട്? വെള്ളം കയറും. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലോണം കയറും വെള്ളം. ചേട്ടന് ഇതാണ് ജോലി അല്ലേ? എനിക്ക് ഇതാണ് ഇപ്പൊ. ഇത് എങ്ങനെയാ ഇതിന്റെ ചാർജ് ഒക്കെ? കടത്ത് പോണവരെന്തെങ്കിലും തരും. പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടും. അങ്ങനെ. ഇത് പഞ്ചായത്തിന്റെ വകയാണോ? വെള്ളമൊക്കെ എന്റെ വാടകയാണ്, ഇഞ്ചിനൊക്കെ എൻ്റെ. ഓക്കെ. ഞാൻ പുതിയതെടുത്ത. അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ കുറച്ച് പഞ്ചായത്തിന് കൊടുക്കണോ? പഞ്ചായത്തിൽ നിന്ന് നമുക്ക് നിങ്ങളൊരു ചെറിയ എമൗണ്ട് കിട്ടും. ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ അങ്ങനെ പാലം വരുമ്പോഴൊന്നും പാലത്തിന്റെ ഒന്നും ആയിട്ടില്ല. പാലത്തിന്റെ ഒന്നും ആയിട്ടില്ല അല്ലേ? അതിന്റെ എല്ലാം പറയുന്നുണ്ടോ പാലം? സർക്കാരിന്റെ ബഡ്ജറ്റ് പാസ്സാക്കിയെന്ന് പറഞ്ഞു, പക്ഷെ അത് നടപടി ആയിട്ടില്ല. അങ്ങനെ നമ്മള് മഞ്ഞരക്കാട് ദ്വീപില് കാലുകുത്താൻ പോവാണ്. ഓക്കെ ചേട്ടാ, പിന്നെ ഞാൻ വിളിക്കുമ്പോ വിളിച്ചാൽ ഇതില് റോഡുണ്ടല്ലേ? വഴികളുണ്ട് ഓരോ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഒത്തിരി നടക്കാനുള്ളതുണ്ടോ? കുറച്ചേ ഉള്ളൂ. ശരി. അപ്പം ഞാൻ വിളിക്കാം ചേട്ടനെ. ഇവിടെ നിന്ന് അങ്ങ് കൂവിയാൽ പോരെ? ഉണ്ടാവും. ശരി. അപ്പോൾ നമുക്ക് ഈ ദ്വീപിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണാവേ. ഉണ്ടാകുന്ന വീടുകളൊക്കെ നോക്കി ഇങ്ങോട്ട് ചേർന്നാണ് കേട്ടോ. 40 വീടുകളുണ്ടെന്നല്ലേ പറഞ്ഞേ. അതിൽ 4-5 വീടുകളിൽ താമസമില്ല. അവരെന്താണോ ചെയ്യുന്നത്? ഇങ്ങനെ എന്തോ കുടത്തിൽ വാരി എടുക്കുന്നുണ്ടല്ലോ. കക്ക വാരുന്നതായിരിക്കും അല്ലേ? കക്ക വാരുന്നതാണോ അത്? അല്ലേ? ചെമ്മീൻ നോക്കുന്നതാണോ? ഇത് ചെമ്മീൻ കെട്ടാണത്? ഓക്കെ. ചെമ്മീൻ തപ്പുന്ന കേട്ടോ. ഞാൻ അവിടുത്തെ കക്ക വാരി എടുക്കുന്നതായിരിക്കും. ഇങ്ങനെ ഈ ദ്വീപിലൊരു അമ്പലമൊക്കെ ഉണ്ടേ. കണ്ടോ? ഈ അമ്പലത്തിൻ്റെ പേരെന്തായിരിക്കും? ബോർഡൊന്നും കാണുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പേര് കണ്ടുപിടിച്ചു കേട്ടോ. ഇതാണ് പേര്, ഇലവുങ്കത്തറ ഭഗവതി ക്ഷേത്രം. പുതിയ അമ്പലമാണോ ഏട്ടാ? പുതുക്കി പണിതാണോ? ഇവിടെ ഒരു ബിൽഡിങ് പണിയാനാണോ അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? വിശ്രമത്തിലാണോ പണി കഴിഞ്ഞിട്ട്? അതൊക്കെ കണ്ടൽ മരങ്ങളാണ് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടൽ മരങ്ങളാണേ. കണ്ട ഈ ദ്വീപിലൂടെയൊക്കെ നടക്കാനായിട്ട് നല്ല വഴികൾ, ഇൻ്റർലോക്ക് ചെയ്തേക്കുന്ന നല്ല വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. താമസം ഉള്ളതാണ് കൂടുതലും. പറഞ്ഞില്ല 40ഓളം വീടുകളുണ്ട്. അതിൽ 4-5 വീടുകളിൽ മാത്രമാണ് നിലവിൽ താമസം ഇല്ലാതായിട്ടുള്ളൂ കേട്ടോ. അല്ല കുറേ ദൂരം നമുക്ക് നടക്കാവേ. അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞില്ല നടന്നു നോക്കുക, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ദ്വീപൊക്കെ ഉണ്ട്, അവിടേക്ക് ചെറിയ പാലമൊക്കെ ഉണ്ട്, അങ്ങ് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. കാഴ്ചകളൊക്കെ ഉണ്ട്, പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കടമക്കുടി, നമ്മുടെ കടമക്കുടി ഇല്ലേ, കടമക്കുടിയൊക്കെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും. ഇതെല്ലാം ഈ ദ്വീപുകളെല്ലാം തന്നെ വൈപ്പിൻ ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. വെള്ളം എടുത്തു തന്നോ? അതിനെന്നാ നോക്കിയാൽ മതിയോ? ഓക്കെ. ഇതല്ലേ? നിർത്തിയിട്ടേക്കോ? വെള്ളം ഇല്ല, വരുന്നില്ല. അതായത് നോക്കട്ടെ കേട്ടോ, ഇതിലൊരു വാൽവുണ്ട്. എന്നാൽ ഇത് ഇപ്പം ഇല്ല. ഓക്കെ. ഇതെവിടുത്തെ വെള്ളം വരുന്നേ? നല്ല കുടിക്കാനുള്ള നല്ല വെള്ളമാണോ? അതെ അല്ലേ. അമ്മയുടെ വീട് ഏതാ? അതെ അല്ലേ. ഇല്ല അല്ലേ? ഞാൻ ഇവിടെ വന്നതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോ? കുടിക്കാൻ. ഞാൻ വരാം, വീട്ടിലേക്ക് വരാം. വെള്ളം എടുത്തില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? അല്ല അമ്മയുടെ കൂടെ. അതെ അല്ലേ. ഇതാണ് അമ്മയുടെ വീട്. വിറക് പെരയാ അല്ലേ? വെള്ളം കയറുമോ ഇങ്ങോട്ട് മഴക്കാലത്ത്?
ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. ഇരുന്നോളം കുറച്ച് നേരം. നല്ല വെയിൽ. എൻ്റെ അമ്മ ചേച്ചിയാ അല്ലേ? നല്ല വെള്ളം കേട്ടോ. ഞാൻ വിചാരിച്ചേ ഇവിടുത്തെ വെള്ളം ഉപ്പ് രസം ഉണ്ടായിരിക്കുന്നു. ഇത് നല്ല വെള്ളമാണല്ലോ, കുടിവെള്ളം. ഇത് എവിടുന്നാണ് വരുന്നത്? നല്ല വെള്ളം കേട്ടോ. അതെയോ? വരുന്നതാ അല്ലേ? മതി. ചെറിയ ദാഹം പോകാനായിട്ട്. വലിയ പറമ്പുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ ദ്വീപിൽ. പറമ്പുകൾ എന്ന് പറഞ്ഞാൽ വേറെ അങ്ങനെ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് തെങ്ങുകൾ നിൽക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഈ എന്താ പറയുക, ഉപ്പിൻ്റെ അംശം കാണും. അതുകൊണ്ട് അങ്ങനെല്ലാം നടിയിൽ സാധനങ്ങളൊക്കെ എല്ലാം കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ കണ്ട പോലെ അതെ വേറെ ഒരു അമ്പലം ഇവിടെയും കാണാം കേട്ടോ. പുതിയ അമ്പലമാണ്. അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏകദേശം. ഇവിടെ ഈ സീസൺ അനുസരിച്ച് പൊക്കാളി നെൽ കൃഷിയും ചെമ്മീൻ കൃഷിയും മാറി മാറി ചെയ്യേ. അതുപോലെ തന്നെ മത്സ്യബന്ധനവും പിന്നെ പുറത്ത് പോയിട്ടുള്ള കൂലിപ്പണികളൊക്കെയാണ് ഈ ദ്വീപിലുള്ളവരുടെ തൊഴിൽ. വീടുകളിലൊന്നും അങ്ങനെ ആരെയും തന്നെ കാണുന്നൊന്നുമില്ല. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടേ അക്കരയ്ക്ക് കിടക്കാനായിട്ട്. അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ചെളിയാണ്. അതിലെ വഴിയുണ്ട് കേട്ടോ. ഇതിൽ പോലായിരിക്കും ഒരു ദ്വീപിലേക്ക് എത്താമെന്ന് പറഞ്ഞു. ഇവിടെ എവിടെ ഒരു കാവുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അത് വേറെ ഒരു ദ്വീപിലാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പാലം കയറി വേറൊരു ദ്വീപിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ദ്വീപിലായിരിക്കും മിക്കവാറും. ഈ കറുത്ത ചെളി കൂടെ നടക്കാൻ പറ്റില്ല, കാല് താന്നു പോകും. സൈഡിൽ കൂടെ ഈ വഴിയുള്ളതുകൊണ്ട് മാത്രമാണ് സുഖമായിട്ട് നടന്നു പോകുന്നത്. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഫലകമൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അവർ ചെയ്യുന്നതായിരിക്കും മിക്കവാറും. ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു വീട്. ഈ വഴി ചെന്നെത്തുന്ന ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് കേട്ടോ. അവിടെ പഴയ ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം നമുക്കിവിടെ. ഇതിൻ്റെ ഈ ഭിത്തി കണ്ടോ, ഇത് കണ്ടില്ലേ? ഇതിൻ്റെ പ്ലാസ്റ്ററിങ് എല്ലാം അടന്ന് പോയിട്ട് കണ്ട് ഈ കട്ടയൊക്കെ കുഴിഞ്ഞകത്തേക്ക് പോയി. ഈ ഉപ്പുകാറ്റ് അടിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ദ്വീപുകളിലും ഈ കായലിൻ്റെയൊക്കെ ഓരത്ത് വീട് പണിത് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പമാണിത്. വീടിൻ്റെ മുറ്റത്ത് താറാവുകളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇതിലെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാവിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ അങ്ങനെ വലിയ കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. കുറച്ച് വീടുകളൊക്കെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെയൊന്നും താമസമില്ല. ഈ വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടേക്കുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കാവ്. ചെറിയൊരു കാവാണേ. അവിടെ ഒരു ആൽമരം കാണാം. വളരെ വൃത്തിയായിട്ട് പരിപാലിച്ചിരിക്കുന്ന ചെറിയൊരു കാവാണ് കേട്ടോ. ഒരു കൽവിളക്ക് കാണാം നമുക്ക്. പാമ്പുണ്ടോയെന്നൊരു പേടി മാത്രമേ ഉള്ളൂ. കുറച്ച് ഭാഗം ഇങ്ങനെ തെളിച്ചിട്ടേക്കാണ്, ബാക്കി മൊത്തം കാടാണ് ചുറ്റും. ഇവിടെ ചെറിയ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നാഗപ്രതിഷ്ഠയാണ്, കണ്ടില്ലേ? ആ ഒരു കല്ല് കണ്ടോ, അത് നാഗത്തിനെ ആരാധിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ തൂയിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ, നല്ല കാറ്റും ഒക്കെ ആയിട്ട്. ഇപ്പോഴാണ് ആളെ മനസ്സിലായത്. അതെ അല്ലേ? ഈ ദ്വീപിൽ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഈ കാവുള്ള ദ്വീപിൽ. ഇതെന്താ ഏട്ടാ വള്ളത്തിൽ വെള്ളം കൊണ്ടിരുന്നതല്ലേ? ഇത് എവിടുന്നായി കൊണ്ടിരുന്നത് വെള്ളം? അപ്പോൾ നമ്മളിത് അവിടുന്ന് വള്ളം കയറി വന്ന സമയത്ത് ആ കടവിൽ വെച്ച് കണ്ട ചേട്ടൻ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ എനിക്ക് ആരാന്ന് മനസ്സിലായില്ല, എവിടുന്നാണ് ഈ വിളി വന്നതെന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളം ഇനി അങ്ങോട്ട് കൊണ്ടുപോകാനാണോ? ഉപയോഗിക്കാനായിട്ടല്ലേ? ഞാൻ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചായിരുന്നു. നല്ല വെള്ളം, നല്ല രുചിയുള്ള വെള്ളം. ഈ വീപ്പ എവിടുന്നാ? അതെ അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾ കുടിവെള്ളത്തിനൊക്കെ അല്ലേ? എൻ്റെ പൊന്നു. അതെ അല്ലേ? എൻ്റെ അതെ. കാവ് ഇതാ അല്ലേ? കാവിൻ്റെ പേരെന്നാ? പേരൊന്നുമില്ല. ഇവിടെ പൂജയൊക്കെ അങ്ങനെ പൂജയുണ്ടല്ലേ? എങ്ങനെയാ അത്? അതെ അല്ലേ? കുടിവെള്ളം വരുന്നേ? കുടിവെള്ളം നമുക്ക് അവിടെ പമ്പ് ചെയ്ത് അതാ നല്ല വെള്ളം അല്ലേ? പൈപ്പിൽ കിട്ടില്ല നമുക്ക്. ചാമ്പി എടുക്കണേ കൂട്ടല്ലേ? അങ്ങനെ എടുക്കണം.
അപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പെടുന്ന പാടാണ് ഈ കാണണേ. പിടിക്കണം ഏട്ടാ. ആ അതെ, കനമില്ല, പ്ലാസ്റ്റിക് പീപ്പ് ആയതുകൊണ്ട്. ആ ഇത് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോയതാണോ? അങ്ങനെ പോയതാ. ഇതിൻ്റെ വാടക എങ്ങനെയാണ് ചാർജ്? വാടക നമുക്ക് ഒരു 20 രൂപ വെച്ച് 40 രൂപ മേടിക്കും. അങ്ങനെ മേടിക്കും അല്ലേ? ആ ശരി ശരി. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ കുടിവെള്ളം ഉണ്ടോ ദ്വീപിൽ? നല്ല വെള്ളം നമ്മൾ ആ വീട്ടിൽ നിന്ന് കുടിച്ചില്ലേ, ആ വെള്ളം കുടിവെള്ളം കളക്ട് ചെയ്യാനായിട്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നാണ്. 1-2 ദിവസം വരുവുള്ളൂ. ആ ഇവരൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെന്താണ് ഈ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്? ആ വീപ്പ എടുത്ത് വെക്കാനായിട്ടുള്ള സ്റ്റാൻഡാ അല്ലേ? ആ ആ ആ ശരി. പാമ്പുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ കാവില് ഉണ്ടല്ലേ? എൻ്റെ അമ്മോ, അതെ അല്ലേ? വിഷപ്പാമ്പുകളാണോ? അതെ അല്ലേ? ആ ഒരു കടയില്ലല്ലേ ദ്വീപിൻ്റെ അകത്ത്? കടയില്ല. ആ അപ്പം ഞാറക്കല്ലിൽ പോണോ? 35 വീടുണ്ടെങ്കിലും ഇവിടെ ഒരു സാധനം കടയിലൊന്നുമില്ല. അയ്യോ, എല്ലാം ഈ വെള്ളം കയറി പോകണം അല്ലേ? പിന്നെ അതുപോലെ നമുക്ക് എന്തൊരു ഓം വന്നാലും കൃത്യസമയത്ത് ഇപ്പൊ 4-5 പേരൊക്കെ മരിച്ചിട്ടുണ്ട്. ചികിത്സ കിട്ടാണ്ടേ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. സമയത്ത് ഓടി എത്തൂരില്ല. അതെ അതെ, അതാണ് അത്യാവശ്യ ഘട്ടം വരുമ്പോ അല്ലേ? ഇതാണ് പെട്ടു. പിന്നെ എല്ലാ സാധനവും നമ്മളിപ്പോ ഒരു മുടകായാലും എന്തായാലും അവിടെ പോണം, ഞാറക്കല്ല് പോണം. ഇലക്ഷൻ ടൈമിൽ മാത്രം പറച്ചിലേ ഉള്ളൂ. ഇല്ല. അപ്പം പിന്നെ ഇല്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും പറയും പഞ്ചായത്ത് മാത്രമുള്ള ആശ്രയം. ഇവിടെ ഈ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു ടാങ്ക് കാണാം കേട്ടോ. 5000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ആണേ. ഇത് ഈ മഴവെള്ളം സംഭരിക്കാനായിട്ട് പഞ്ചായത്ത് കൊടുത്തേക്കുന്നതാണ്. ഇതിങ്ങനെ ഫിൽട്ടർ ചെയ്യുമോ? ഫിൽട്ടർ ചെയ്തല്ലേ? അവിടെ മേളിൽ വീഴുന്ന വെള്ളമാണോ? ആ ഓക്കെ. ആ മഴക്കാലത്ത് അങ്ങനെ വെള്ളം ശേഖരിക്കാം അല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലേ? ഞായറാഴ്ച അമ്മ മരിച്ചതിന്റെ ആണ്ടാണ്. ആ അതാണോ ഫോട്ടോ? ശരി ശരി ഓക്കെ. ഒരു തത്ത ഉണ്ടല്ലോ. വർത്താനം പറയോ? ഇല്ലല്ലേ? ആ അതെ അല്ലേ? ഓ തന്നെ വന്നതാണെന്ന്. പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? പൈപ്പിലെ വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ പൈപ്പ് കായലിൻ്റെ അടിയിൽക്കൂടെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ആ കുടിവെള്ളം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് കണ്ടില്ല, ഇങ്ങനത്തെ ചാമ്പുന്ന പൈപ്പ് എന്ന് പറയും, പണ്ടത്തെ മോഡലിലുള്ള. ഇത് പ്ലാസ്റ്റിക് ആട്ടോ. ഇപ്പോൾ വെള്ളം ഇല്ലല്ലേ? ആ വെള്ളം എത്തിയിട്ടില്ല. ആ അതെ അല്ലേ? ആ 1-2 ദിവസങ്ങളിലുള്ളൂ. ആ അതെ വന്നിട്ടുണ്ടെന്നാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചിലപ്പോൾ ലൈനിൽ കിടക്കണ വെള്ളമായിരിക്കും. ആ അപ്പോൾ ആ വീപ്പ കൊണ്ടുവന്ന് കണ്ടോ, ഇങ്ങനെയുള്ള ആ വീപ്പ അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ആ എന്നിട്ട് ഇവിടെ പിടിച്ചു വയ്ക്കും കുടിവെള്ളത്തിന്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ വെള്ളം തീരുമ്പോഴത്തേനും പിന്നെ വരുമല്ലേ? ആ എന്തായാലും നല്ല വെള്ളമാണേ. ആ ആ ആ ആ ഇതിൻ്റെ അടിയിൽക്കൂടെ ഇട്ടേക്കുവാ അല്ലേ? ഓ ശരി ശരി ശരി. ഞാറക്കൽ അവിടുന്ന് ഞാറക്കലിൽ നിന്നല്ലേ വരുന്നത്? അവിടുന്ന് വരുന്നതാണ്. ആ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അല്ലേ? ആ ശുദ്ധവായു ഉണ്ട്. ആ അതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. അതെ അതെ. ചേട്ടാ ആ വീട് ആരുടെ ആയിരുന്നു ആ പൊളിഞ്ഞു കിടക്കണേ? അതല്ലേ? ഇതിങ്ങനെ പോയി മൊത്തം പോയിട്ട് ഇവിടെ അല്ലേ? ഈ ഉപ്പുകാറ്റടിക്കണോണ്ടല്ലേ ആ കട്ട അങ്ങനെ തെളിഞ്ഞേക്കണേ? ആ വെള്ളം കയറും. ആ അപ്പോൾ നമ്മൾ വീട് പണിത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടല്ലേ? ആ പ്രധാന ദ്വീപിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ 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 ദ്വീപുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള ഈ വഴി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടോ വലിയ കണ്ടൽ കാടുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ കണ്ടൽ മരങ്ങൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ നല്ല രീതിയിൽ തടയും. അങ്ങനെ വലിയൊരു പ്രയോജനമുണ്ട്. നമുക്ക് ഈ കടമക്കുടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ഒരുപാട് കണ്ടൽ മരങ്ങളൊക്കെ കാണാൻ സാധിക്കുമല്ലോ. ആ ചേട്ടൻ്റെ വീട് പണിതേപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടി പണിതൊരു വീടാണേ. കാരണം ഇതൊരു ദ്വീപാണല്ലോ. അപ്പോൾ വീട് പണിയാനായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ഈ ദ്വീപിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏക മാർഗ്ഗം എന്ന് പറയുന്നത് കടത്താണ്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ ഓരോന്നായിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വലിയൊരു കാലയളവ് കൊണ്ടാണ് ആ വീട് പണിത് തീർത്തത്. ആ ഒരു വീട് മാത്രമല്ല, ഈ ദ്വീപിൽ കാണുന്ന എല്ലാ വീടുകളും അങ്ങനെ പണിതാണ്. അപ്പം ഒരു ദ്വീപ് നിവാസിയെ സംബന്ധിച്ച് പാലമല്ല ഏറ്റവും അത്യാവശ്യം. മറ്റെന്തൊക്കെ കെട്ടിയെന്ന് പറഞ്ഞാലും
പുറംലോകമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പാലമില്ല എന്തുമില്ല. അപ്പം അത്യാവശ്യ ഘട്ടമൊക്കെ വരുമ്പോഴത്തേനും രാത്രിയിലൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴത്തേനുമാണ് പെട്ടുപോകുന്നത്. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കടത്തില്ലല്ലോ, എന്ത് ചെയ്യൂലേ. അപ്പോൾ പെരുമ്പളം ദ്വീപിലേക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു പാലമൊക്കെ വന്ന് നമ്മൾ വാർത്തയൊക്കെ ഉണ്ടായില്ലേ, അവരുടെ സന്തോഷം എന്തായിരുന്നു. അങ്ങനെ നമ്മൾ വന്നിറങ്ങിയ കടവിലേക്ക് എത്തിയിരിക്കുകയാണേ. അക്കരെ ചേട്ടനുണ്ട്. ഇവിടുന്ന് ഒന്ന് കൂവിക്കഴിഞ്ഞാൽ വള്ളം വരും കേട്ടോ. ഇതൊക്കെ ഇവിടെ വെള്ളം കയറണുണ്ടല്ലേ. ഇപ്പം നമ്മൾ പോയപ്പോൾ ഇത്രയും വെള്ളം ഇവിടെ ഇല്ലായിരുന്നു, ഇങ്ങ് കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വാട്ടർ ലെവൽ കൂടിയിട്ട് വെള്ളം കയറുന്ന കേട്ടോ. മഴയത്ത് എന്തായിരിക്കും, മഴയത്ത് നല്ല രീതിയിൽ വെള്ളം കയറുമെന്നല്ലേ പറഞ്ഞേ. ആ ചേട്ടൻ അവിടെ കിടന്നുറങ്ങുവാണേ. കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവധി ആയതുകൊണ്ട് ഇങ്ങനെ കളിച്ച് നടക്കുക അല്ലേ? ആ ഹായ്. അവരുടെ ഒരു സന്തോഷം. വീട് കേട്ടോ. ആ ചേട്ടനെ ഒന്ന് വിളിക്കാവോ? ആ വള്ളം തുഴയണ ചേട്ടനെ. ചേട്ടൻ കിടന്ന് ഉറങ്ങുക കേട്ടോ. അങ്ങനെയാണോ വിളിക്കണേ നിങ്ങൾ? ഇവിടുന്ന് കൂവിയാണ് വിളിക്കണേ? അതെ അല്ലേ. ആ ചേട്ടൻ കേട്ടില്ല, ചേട്ടൻ കിടന്ന് നല്ല ഉറക്കുക. ചേട്ടോ നല്ല ഉറക്കാന്ന് പറഞ്ഞേ. നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൻ എത്രയില്ല? UKG. പേരെന്നാ? ആ തന്നെ നല്ല തോക്കൊക്കെ ആണല്ലോ കയ്യിരിക്കണേ. നിങ്ങളെന്നാ കളിയൊക്കെ കളിക്കണേ ഇവിടെ? ആ ഒളിച്ചും പാത്തുമൊക്കെ. ആ എല്ലാവരുടെയും വീടുകളൊക്കെ അടുത്തടുത്താണോ? ആ എറണാകുളത്താണോ വീട്? ഇവിടെ ആരാ പോയി? ഇവിടെ ആ അമ്മ വീട്ടിൽ നിൽക്കാൻ വന്നാ അല്ലേ? ആ ചേട്ടൻ എങ്ങനെയും വിളിച്ചു വരുത്താൻ പറ്റുമോ നോക്കട്ടെ. ആ ഫോണുണ്ടോ ചേട്ടൻ്റെ അല്ലേ? ഫോണില്ലല്ലേ? ആ ഇതാ ചേട്ടൻ്റെ വീട്. ചേട്ടോ ചേട്ടോ ചേട്ടൻ കേട്ടിട്ട് പോലുമില്ല. ചേട്ടൻ കേട്ടില്ല. ഇനിയിപ്പോൾ കഴിക്കാനായിട്ടാ വരുള്ളൂ അല്ലേ? വരൂല്ലേ? ആ ആ ഓക്കെ ഓക്കെ. ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ആ രണ്ടുപേരും ഇവിടുന്ന് കയറാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോവാട്ടോ. ടാറ്റ. ആ ടാറ്റ. ചേട്ടാ ഉറങ്ങിപ്പോയോ? ആ ആ പിള്ളേർ കൂവി, ഞാനും കൂവി. അവിടെ കേക്കില്ല അല്ലേ? കേൾക്കുമോ? ആ നിങ്ങളുണ്ടാക്കറക്കില്ലല്ലോ. അപ്പം ശരി, കയറിക്കോട്ടെ. ആ ശരി. ബ്രോ പേരെന്താണ്? കാർത്തിക്. അങ്ങോട്ട് കുറച്ച് ദൂരം പോയി, വെയിലല്ലേ, ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അക്കരെ കിടക്കണ ഇതാണ് മാർഗോളൂ അല്ലേ? എന്താണ് പഠിക്കുവാണ്? ഏത്? ITL. ആ അപ്പം ശരി ചേട്ടാ, സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. പാലം വലിയൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു നാട്. അപ്പോൾ തിരിക്കുവാണ് ഇവിടുന്ന്. ഞാൻ എന്തൊക്കെയോ വലിയ കാഴ്ചകളൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് ആ ദ്വീപിലേക്ക്. അവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കുറച്ച് വീടുകളും കണ്ടൽക്കാടുകളും പിന്നെ അമ്പലങ്ങളും പിന്നെ കുറച്ച് നല്ല മനുഷ്യരും. അവർക്ക് എങ്ങനെയെങ്കിലും ആ ദ്വീപിൽ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ജീവിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കടകളൊക്കെ ആണെന്നുള്ളത്. പിന്നെ പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാറയ്ക്കൽ തന്നെ പോകണം. അപ്പോൾ ഞാറയ്ക്കൽ ടൗണിലേക്കാണ് ഈ വഴി ചെന്നെത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പോകാം.
ഒക്കെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. നേരെ അങ്ങ് പോയാൽ ചെറായി ഭാഗത്തേക്കാണ് കേട്ടോ. നല്ല തിരക്കുള്ളൊരു ടൗണാണേ. അപ്പോൾ കണ്ടില്ലേ, 2 സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ. ഇവിടുത്തെ ഈ ടൗണിനോട് ചേർന്നാണ് നമ്മൾ ആദ്യം കണ്ട വലിയ വീടുകളൊക്കെ ഉള്ളത് കേട്ടോ. ദ്വീപിൽ ചെന്നപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ വേറെ ഒരു ലോകത്തുനിന്ന് പുറത്തേക്ക് വന്നൊരു ഫീലാണ് കേട്ടോ. എന്തായാലും അവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. പാവങ്ങൾ, വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ. ഇവിടെയാണ് അവർ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഞാറക്കലിലാണ് വരുന്നത്. മഞ്ഞനക്കാട് ദ്വീപിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ താമസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർ ജനിച്ച നാൾ മുതലേ കാണേണ്ട ഒരു സ്ഥലമാണെന്ന് കേട്ടോ. അപ്പോഴേ 1341 കേരളത്തിലെ പെരിയാർ നദിയിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലഡിൻ്റെ പരിണിത ഫലമായിട്ട് വൈപ്പിൻ മേഖലയിലെ കുറേ ദ്വീപുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ദ്വീപാണ് ഈ മഞ്ഞനക്കാട് ദ്വീപ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചി എന്ന വലിയ നഗരത്തിനുള്ളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് കുടിവെള്ളത്തിന് വരെ ശാപം ഉണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കേ. അപ്പോൾ അവരുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കട്ടെ.